എൻ്റെ മിക്ക ദിവസത്തെയും അടുക്കളയിലെ പണി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. തൃശ്ശൂർ ഏട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ചക്കയ്ക്കൊന്നും ഒരു വില ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അധികം ചക്കയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയപ്പോൾ ഞാൻ അതിന് കുറച്ച് എലിശ്ശേരി വെച്ചിട്ട് ബാക്കിയെടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അവന് മിക്കുവിന്. അത് കഴിഞ്ഞ് ഇതേ മീൻ കറിയൊക്കെ വെച്ചു. അവിടെ കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ മിക്കുവിനെ നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവൻ ദേ അവിടെ ഇരുന്ന് എൻ്റെ ക്രീം എടുത്ത് ഫുള്ള് ദേഹത്തൊക്കെ ആക്കിയിട്ട് തറയിലും ഒക്കെ ആക്കി ക്രീം ഫുള്ള് തീർത്തോട്ട് ഞാൻ പിടിച്ച് ഭയങ്കര കരച്ചില്ലാട്ടോ അവൻ കരയണേ. അത് കഴിഞ്ഞ് അവൻ തന്നെ സ്വന്തമായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കിട്ടും. അവൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പണിയൊന്നും നടക്കില്ല. അപ്പം ഞാൻ ചക്ക എന്തായാലും കോരി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അത് കോരി വെച്ചിട്ട് ഞാൻ പിന്നെ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവൾ ഉറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അവളവിടെ കിടത്തിയിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് മീനും കൂടെ വറുക്കാൻ വെച്ചിട്ടോ. എന്നിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കയ്യും മുഖമൊക്കെ കഴുകി ഞാൻ പോയി ഇരുന്ന സമയത്താണ് മഴ പെയ്തു. പിന്നെ ഞാൻ അവൻ്റെ തുണിയൊക്കെ എടുത്ത് അകത്ത് വിരിച്ചിട്ടോ.